ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് രാവിലെ ഒന്ന് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ വന്ന സമയത്ത് ഒരു കാഴ്ചയൊക്കെ കണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ള വീഡിയോ ആണ് ഇന്നൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഗപ്പി നമ്മൾ താമര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് ഗപ്പീനെ ഇട്ടതായിരുന്നു. പക്ഷേ ആ ഗപ്പി ചത്തുപോയി. വെയിൽ കൂടിപ്പോയതാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളേ ഉള്ളു. 2 സീബ്രയും ഒരു മോളയുടെ കുഞ്ഞുണ്ട്. പക്ഷെ മോളിനെ അതിലിട്ടിട്ട് അത് ചത്തില്ല. നിങ്ങൾക്ക് വല്ല കാരണം വല്ല അറിയാമെങ്കിൽ പറയണം. പിന്നെ നമ്മുടെ താമരയുടെ വീഡിയോ അത് പെട്ടെന്ന് തന്നെ വരും. നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കുറേ കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഉള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ തക്കാളിയിൽ നമ്മൾ രാവിലെ വെള്ളം നനയ്ക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. മുട്ട ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ തക്കാളി ഇത്ര വളർന്നിട്ടുള്ളൂ. അതിനുള്ളിൽ മുട്ടിട്ട് നമുക്ക് അടിയിൽ ഒരു തക്കാളി ഉണ്ട്. പക്ഷെ അത് ഇത്ര അല്ല, കുറെ വലുതായിട്ടാണ് ഒരു മുട്ട ഇട്ടത്. കണ്ട അതിപ്പോഴാണ് മുട്ടിട്ട്. അപ്പം നമുക്കത് അറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മണ്ണിൻ്റെ ഇത് കുറഞ്ഞിട്ടായിരിക്കും. അത് നമ്മുടെ പയർ നമ്മൾ ഒഴിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറേ ദിവസമായിട്ട് ഒഴിച്ചൊന്നുമില്ല. നമ്മൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒഴിച്ചില്ല. അത് നമുക്ക് വേറൊരു പ്രശ്നമുണ്ട്. 10 മണി ചെടിയിൽ ഒരു വെള്ള പ്രാണിയുണ്ട്. അത് 10 മണി ഞാൻ കുടഞ്ഞ് കളഞ്ഞതാ. തക്കാളിയിലുണ്ട് അത് കൂട്ടിയതാ. നോക്ക് ഫ്രണ്ട്സ്, ഇത് വേറെ ടൈപ്പ് ഉള്ള ഒരു പ്രാണിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടുന്ന് വന്നൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനെ കളയാനൊരു മാർഗം അറിയാമെങ്കിൽ ചെയ്യുക. ഞാൻ എൻ്റെ വീട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞോട്ടുള്ള ഒരു മരുന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിച്ചു നോക്കി, എന്നിട്ടും പോയില്ല. അതാ നമ്മുടെ ഈ മുട്ടിൻ്റെ കാര്യത്തിൽ ഒരു മുട്ട ഇവിടെ ഉണ്ട്. കുറേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ നമുക്കിന്ന് നമ്മുടെ 10 മണിച്ചെടി ഒന്ന് പറിച്ച് നടണം എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നടുകയായിരിക്കും. അപ്പം നടുകയാണെങ്കിൽ വീഡിയോ ഇടാം. പിന്നെ നമ്മുടെ നമ്മുടെ ലോട്ടസിൽ 2 ഇല വന്ന് വരണം. ഇങ്ങനെ അങ്ങ് ചീഞ്ഞ് അളിഞ്ഞങ്ങ് പോയി. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് മോള് കിടക്കുന്നുണ്ട്, ചത്തിട്ടില്ല അത്. പിന്നെ നമ്മുടെ സീബ്ര ഇതിനെ വെള്ളം മാറ്റണമെന്ന് ഞാൻ വെക്കുന്നുണ്ട്. എഗ്ഗ് ഇട്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് ഇട്ടപ്പോൾ എഗ്ഗ് ഇടാറായതാ. ഇതിവിടെ ഒരു ബ്ലാക്ക് മോളുടെ കുഞ്ഞുണ്ട്. പിന്നെ നമ്മുടെ ഗപ്പിയൊക്കെ അതിവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇതിനെ പറ്റിയുള്ള ഇത് എഗ്ഗ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയില്ല. അതിൽ കുറേ ഓറഞ്ച് കളറിൽ കാണുന്നതിന് ഇത് എഗ്ഗ് ഇട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കിന്ന് അവിടെ 4 മണിച്ചെടി ഒന്ന് പറിച്ച് നടണം. എന്നിട്ട് നമ്മുടെ മുളകുണ്ട്, അതിനെ പറിച്ച് നടണം എന്ന് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടും ഇന്ന്. അപ്പം നമുക്ക് അതിനെപ്പറ്റിയുള്ള വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളൊരു കോലെടുത്തിട്ടുണ്ട്. ഇത് കുത്താൻ വേണ്ടിയിട്ട് നമുക്കിത് നേരെ കുത്താം. നമുക്ക് ഈ കോൽ വെച്ച് എത്രമാത്രം കുറ്റി എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതൊന്നും കിട്ടിയില്ല. ഇത് വെച്ച് പറ്റിയില്ല. നമ്മളപ്പോൾ ഒരു കല്ലെടുക്കും. നമ്മൾ ഇത്ര പറിക്കാം. എന്താണെന്ന് വെച്ചാൽ ബാക്കി നമുക്ക് കുറേ മണ്ണ് കിട്ടുന്നുണ്ട്. നമ്മൾ ചെറിയ തൈ പറിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് മണ്ണിട്ട് മൂടാം. ഇതിങ്ങനെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതാക്കണ്ട, അങ്ങനെ നോക്കാം. അതിട്ട് ബാക്കിയെല്ലാം ചെയ്യാം.
ഇവിടെ ഒരു വലിയ ചെടി ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒഴിഞ്ഞു പോയി, കളിച്ച് കളഞ്ഞു. അപ്പോൾ ഇത് വളരുമോയെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനെ വളരും. അപ്പം അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് ഇടാം. അപ്പം നമുക്ക് വേണ്ട, അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് തരുന്നെങ്കിൽ നമുക്ക് ഇനി ബാക്കിയൊക്കെ പിന്നെ ചെയ്തിട്ട് ഇതിന് മുളക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ നമ്മൾ 3 മുളക് എടുത്തിട്ടുണ്ട്, ഇതിലൊരു കുരുവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒരു മുളക് എടുത്തിട്ട് നടാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ വെക്കാം. നമുക്ക് ആദ്യം ചാരിയിട്ട് ഇച്ചിരി മണ്ണിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇന്ന് ഒക്ടോബർ 15 അപ്പോൾ ഒക്ടോബർ 15 എല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് എർത്ത് ഡേ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഇത് നടാന്ന് വെച്ചാൽ എടുത്തതാണ്. ഇന്നത്തെ കുഴി ആയാലും മതി. നമ്മുടെ 2ാമത്തെ മുളകിൻ്റെ തൈ എടുത്ത് ഇന്ന് കുഴിയുടെ അകത്തേക്ക് വെച്ചിട്ട് മണ്ണിടാം. വെറുതെ മണ്ണിട്ടാൽ മാത്രം പോരാ, നമ്മളത് താഴ്ത്തിയാണ് നടേണ്ടത്. എന്താണെന്ന് വെച്ചാൽ താഴ്ത്തി നട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് വളരാൻ ഒട്ടും ചാൻസ് ഇല്ല. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ വാട്ടത്ത് നിറച്ച് വാട്ടൊക്കെ വരിക, ഇതെടുത്ത് ആ സൈഡിലേക്ക് വെച്ചിട്ട് ഇവിടെയൊക്കെ നിറച്ച് വെജിറ്റബിൾസോ ഫ്ലവർ ചെടികളൊക്കെ നടാൻ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ചാനലിൽ ഉറപ്പായിട്ട് ഇടും. അങ്ങ് ആഴത്തിൽ കുഴിക്കണം. എന്താണെന്ന് വെച്ചാൽ മുളക് ഇല്ലെങ്കിൽ വളരാൻ ഒട്ടും ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ തൈ എടുക്കാം, എന്നിട്ട് ഇതിങ്ങനെ വെക്കാം. ബാക്കി ഉണ്ട്, ഇനിയും തൈകളുണ്ട്. അത് ഗ്രോ ബാഗിൽ വാങ്ങിച്ച് നടാൻ വെക്കുവാണ്. കണ്ടോ, ഇതിങ്ങനെ 3 നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ഇച്ചിരി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ പലവർക്കും തക്കാളി നടുമ്പോൾ ഒരു ഡൗട്ടല്ല, ഇത് ഒരു പ്രശ്നം വരും. തക്കാളിയിൽ പൂ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അത് കാ ഉണ്ടാവില്ല, പൂ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ആ പൂ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് കുലുക്കി കൊടുക്കണം. തക്കാളിയുടെ തൈ ഒന്ന് കുലുക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ വളരാൻ ചാൻസ് ഇല്ലതാ. കണ്ടോ, നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. നമ്മൾ ഇതിൽ നിന്നാണ് വെള്ളം ഒഴിക്കുന്നത്. നമ്മുടെ വാട്ടപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ചെടികൾക്ക് നല്ലതായിട്ട്. കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളം ഒഴിക്കുമായിരുന്നു. ഒരു കാര്യത്തിന് വിളിച്ചതാ, കോഴിക്ക് ഗോതമ്പ് കൊടുക്കാൻ വേണ്ടി. അതിന് പോയതായി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് 4 മണിച്ചെടിക്ക് ഒഴിക്കുക. ഇതാ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.